മുഅ്മിനീങ്ങളെ, സമൂഹത്തിൽ വൻകുറ്റം ചെയ്യുന്ന ഏതെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ പരിഹസിക്കണ്ട, ആക്ഷേപിക്കണ്ട, തരം താഴ്ത്തണ്ട. അവനും മാപ്പിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുകയാണ് നമ്മളെ സ്വഭാവം വേണ്ടത്. അവനാ ചെയ്ത തെറ്റ് തന്നെയാണ്, അവനും പുറത്തു കിട്ടാൻ ദ്വാർക്കണം, അവനും നന്നാകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വാക്ക് കേട്ടു. എന്താണ് ആ വാക്ക്? എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്തത്. ഇത്രയൊക്കെ വലിയ ഇടങ്ങേറ് ചെയ്തിട്ടില്ലേ എങ്ങനെ കേൾക്കേണ്ടി വന്നത്? തങ്ങൾ പറഞ്ഞു, ലാ തൽഅനൂ, മാഇസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കുറ്റം പറയരുത്, ശപിക്കരുത്, ആക്ഷേപിക്കരുത്. മാഇസ് റളിയല്ലാഹു അൻഹു ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന അഹ്ലിൽ മദീനതി ലവസിഅതുഹും. ഒരൊറ്റ തൗബ ചെയ്തിട്ടുണ്ട്. ഇക്കാണുന്ന മദീനയിൽ ജീവിക്കുന്ന മൊത്തം ആളുകൾക്ക് ആ തൗബയൊന്ന് വിതരണം ചെയ്താൽ, വിഹിതം വെച്ചാൽ എല്ലാവർക്കും ആ ഒരൊറ്റ തൗബ മതിയാകും. അത്തരത്തിൽ സ്വീകാര്യോഗ്യമായ തൗബയാണ് മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്തത്. അതുകൊണ്ട് ഇത്തരത്തിൽ തൗബ ചെയ്ത് ജീവിതം വിശുദ്ധമായി അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ച മായിസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. ഈമാനോടുകൂടെ അങ്ങനെ കുറ്റകൃത്യം ചെയ്ത് സാരല്ല, ഈമാനില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഈമാൻ ഉണ്ടെങ്കിൽ ഇനി ഒന്നൊരു അമലും ചെയ്യേണ്ടതില്ല എന്നുള്ള വാദമുണ്ടോ? ഇല്ല, അത് ശരിയല്ല. ഈമാൻ ഉണ്ടെങ്കിൽ ശരിക്ക് നല്ല അമലും വേണം. ആ അമലിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഈമാനുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്ന ചിന്തയല്ല വേണ്ടത്. പിന്നെയോ എന്റെ ഈമാൻ അത് നല്ല കെട്ടുറപ്പോടെ ശക്തമായി നിൽക്കണം. ഒരു ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല എന്ന നിലക്ക് നല്ല അമലുമായി കരുത്തോടെ മുന്നോട്ട് പോകണം. എത്ര അമല് ചെയ്താലും മതിയാകാത്തൊരു മനസ്സ്, അതാണ് മുഅ്മിനീങ്ങൾക്കുണ്ടാകേണ്ടത്. അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. സ്വാലിഹീങ്ങളെ ചിന്തിച്ചു നോക്കൂ. അവർക്ക് എത്ര നിസ്കരിച്ചിട്ടും പൂതി മാറിയിട്ടില്ല, എത്ര ദിക്ർ ചൊല്ലിയിട്ടും അവർക്ക് തികഞ്ഞിട്ടില്ല, എത്ര സ്വതക്ക കൊടുത്തിട്ടും അവർക്ക് മതിയായിട്ടില്ല, എത്ര ഇത്തികാഫ് ഇരുന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല, മുസ്ഹഫിലേക്ക് എത്ര നോക്കിയിട്ടും അവർക്ക് മതി വന്നിട്ടില്ല. സ്വാലിഹീങ്ങളെ ജിവാറിൽ എത്ര പോയിരുന്നിട്ടും അവർക്ക് നിർത്താനായിട്ടില്ല. ഇൽമ് എത്ര പഠിച്ചിട്ടും അവർ മതിയാക്കിയിട്ടില്ല. പ്രായം എത്ര കൂടിയിട്ടും ഇൽമ് പഠിക്കുന്നത് നിർത്തിയിട്ടില്ല. കുടുംബ ബന്ധം പുലർത്തിയിട്ട് അത്യാവശ്യക്കായില്ലേ എന്ന് കരുതി മതിയാക്കിയിട്ടില്ല. സുഹൃതങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിൽ തപസ്സിരുന്നവരാണ് മുൻഗാമികൾ.